ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു ഡാർക്ക് ഹോഴ്സ് ആണ് എന്നുള്ളതാണ്. ഫർഹാൻ, താങ്കളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി. പറയൂ. താങ്കളുടെ അച്ഛന്റെ പേര് ജാവീദ് അക്തർ. താങ്കൾ വളരെ സൈലന്റായ ഒരു വ്യക്തിയാണ്. റൂമിൽ തന്നെ ഇരിക്കും, ആരോടും സംസാരിക്കാറില്ല, ആരോടും വഴക്കും ഉണ്ടാക്കാറില്ല. അതെ. പക്ഷെ താങ്കളുടെ സഹോദരി പറയുന്നു അവരുടെ മുഖത്ത് താങ്കൾ കുത്തുവന്ന്. അല്ല, അത് അറിയാതെ ഒരു തവണ അവളുടെ മുഖത്ത് കൊണ്ടതാ. പിന്നെ ഞാൻ പകുതി പാർസ് ചെയ്തുകൊണ്ട് പകുതി യോദ്ധാവായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ലോകത്ത് ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്. എനിക്ക് കഥ എഴുതുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. ഞാൻ സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കഥ പറഞ്ഞുകൊണ്ടാണ് പോവാറ്. ഒരിക്കലും ഞാൻ ബസ്സിലിരുന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാൻ സ്കൂളിലെത്തിയ ഉടനെ എൻ്റെ കയ്യിലൊരു ഫോറിൻ പട്ടമുണ്ട്, അതും എടുത്ത് ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോയിട്ട് താഴേക്കൊരൊറ്റ ചാട്ടം ചാടും. ആ പട്ടം എന്നെയും വലിച്ചുകൊണ്ട് സ്കൂളിന്റെ ഡോർ വരെ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട ഒരു പയ്യൻ ഒരിക്കലും കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി പട്ടം എടുത്തുകൊണ്ട്. പിന്നെ അവന്റെ പേരൻസ് വന്നിട്ട് മെല്ലെ അവനെ പിടിച്ചോണ്ട് വന്നതാ. പിന്നെ ഈ കഥകളൊന്നും എന്റെ അച്ഛൻ അറിയില്ല. താങ്കൾക്ക് കള്ളം പറയുന്ന ശീലം ഉണ്ടെന്ന് പറയുന്നു, എല്ലാവരോടും കള്ളം പറയുന്നു. അതെ, ഞാൻ ഒരുപാട് കള്ളം പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ പക്കൽ ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കഥകളുണ്ട് എന്ന്. പക്ഷേ എന്റെ അമ്മയ്ക്ക് എന്നെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അവരെപ്പോഴും പറയും ഞാൻ പഠനത്തിൽ ഭയങ്കര പുറകോട്ടാണെന്ന്. ഞാൻ കോളേജിലേക്കാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് തിയേറ്ററിലൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ ട്യൂഷന് പോകണമെന്നും പറഞ്ഞ് അതും കട്ട് ചെയ്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷന് പോകാനുണ്ടെന്ന്. അപ്പോൾ അമ്മ ചിന്തിച്ചു, ഇവൻ ട്യൂഷന് പോകാണെന്നും പറഞ്ഞ് ദിവസവും പോകുന്നുണ്ടല്ലോ, പക്ഷെ മാർക്ക് കൂടുന്നില്ലല്ലോ എന്ന്. വേറൊരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോൾ 2 മണിക്കൂർ ട്യൂഷനും കഴിഞ്ഞ് വരുന്ന പോലെ ബാഗൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാനന്ന് വന്നിരുന്നത്. പഠിച്ച് ക്ഷീണിച്ച് വീട്ടിൽ തിരിച്ചെത്തിയതുപോലെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അന്ന് അമ്മയുടെ തൊട്ടടുത്തായിട്ട് എൻ്റെ ട്യൂഷൻ ടീച്ചറും ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇവിടെയുള്ളവരിൽ എത്ര പേർക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിരിക്കുമെന്ന്. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് ഭൂമി തന്നെ നിശ്ചലമായി പോയ പോലെ തോന്നി സാർ. എൻ്റെ കൈയും കാലും ഒക്കെ കിടന്ന് വിറക്കിയായിരുന്നു. ചെവിയൊക്കെ വല്ലാതെ ചൂടായിട്ട് വന്നു. പിന്നെ ബ്ലഡ് പ്രഷർ വല്ലാണ്ടങ്ങ് കൂടി. പിന്നെ അന്ന് എനിക്ക് ഒരുപാട് തല്ലും കിട്ടി. അങ്ങനെ അതിനുശേഷം ഞാൻ കുറച്ച് ദിവസത്തേക്ക് പേരിന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഒന്ന് പോയി. പിന്നെ ജാവീദ് സാറിന് താങ്കളുടെ ഉള്ളിൽ ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലായില്ല. താങ്കൾ മിമിക്രി ചെയ്യും, ഡാൻസ് കളിക്കും, ഇതൊന്നും അദ്ദേഹം മനസ്സിലാക്കിയതേയില്ല. അതെ, എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ, സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പണ്ടും നാണിക്കും ഇപ്പോഴും നാണിക്കും. അദ്ദേഹം ഒരാളുടെ മുന്നിൽ വെച്ച് മാത്രമേ എനിക്ക് ഓപ്പണായിട്ട് ഹിന്ദുസ്ഥാനിയിൽ സംസാരിക്കാൻ പറ്റാത്തത് ഇപ്പോഴും. കാരണം എനിക്കെങ്ങാനും വല്ല തെറ്റ് പറ്റുമെന്ന് ഞാൻ ചിന്തിക്കും. അദ്ദേഹത്തിന് ആ ലാംഗ്വേജിൽ വലിയ അറിവാണല്ലോ, അദ്ദേഹത്തിന്റെ സ്വന്തം ലാംഗ്വേജാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറും. അതെ, ഹോണസ്റ്റ്ലി അദ്ദേഹം എന്നോട് ചോദിക്കും, നീ എന്താ എൻ്റെ മുന്നിൽ ഹിന്ദിയിൽ സംസാരിക്കാത്തത്? നിന്റെ ഹിന്ദി ശരിക്കും പറഞ്ഞാൽ നല്ല ഹിന്ദിയാണല്ലോ. സോ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഡാൻസിങ് മുതൽ മിമിക്രി വരെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പോലും ഞാൻ എപ്പോഴും ഒന്ന് മടിക്കാറുണ്ട്, സത്യമായിട്ടും. സോ കള്ളം പറയാറുണ്ട്, ക്ലാസ്സിന് പോകാറില്ല, ശരിക്കും പഠിക്കുകയില്ല. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത പ്രവർത്തികളായിരിക്കും ചെയ്യുന്നത്. അതെ, ശരിയാ. അതെ, ഒന്നിനും പ്രയോജനമില്ലാത്തവരുടെ ലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മ്യൂസിക്കിലെ ഇൻട്രസ്റ്റ് വളരെ അധികമായിരുന്നു. ആ സമയത്ത് എനിക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിലും വലിയ താല്പര്യമായിരുന്നു. സോ സ്കൂളിലൊക്കെ ഓരോ പരിപാടികൾ ഉണ്ടായിരുന്നപ്പോൾ എന്നെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ഒന്നുകിൽ ഡാൻസ് കളിക്കാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ പറയും. പിന്നെ പാർട്ടികളിലും എപ്പോഴും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പാർട്ടികൾ നടക്കുമ്പോൾ ആ വീട്ടിനകത്ത് ഞാൻ എവിടെയാണെങ്കിലും പെർഫോം ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് അധികമായിരുന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഫാമിലി എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇവൻ ഭാവിയിൽ എന്ത് തന്നെ ആയാലും ഏതെങ്കിലും വിധേന ഞാൻ സിനിമയിലെത്തുമെന്ന്. അങ്ങനെയായിരുന്നു അവർ അന്നേ ചിന്തിച്ചത്. പിന്നെ താങ്കൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയപ്പോൾ താങ്കളുടെ 17ാമത്തെ വയസ്സിൽ താങ്കൾ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് ജോലിക്ക് പോയി. പക്ഷേ വലിയൊരു സിനിമയാണ് എസ് ചോപ്രയുടെ സിനിമ. ശ്രീദേവി ആയിരുന്നു ആർട്ടിസ്റ്റ്. താങ്കൾ ശ്രീദേവിയെ വീഴ്ത്തി കളഞ്ഞു. സാർ, ശ്രീദേവിയെ വീഴ്ത്താൻ മാത്രം ഞാൻ ആരാ സാർ? പക്ഷേ അങ്ങനെ ഒരു സംഭവം അന്ന് നടന്നിരുന്നു. ഞാനന്ന് അസിസ്റ്റന്റ് ക്യാമറമാനായിരുന്നു. മൻമോഹൻ സിംഗ് സാറും ഉണ്ടായിരുന്നു, മൻജി എന്ന് അദ്ദേഹത്തെ വിളിക്കാറ്. അദ്ദേഹം യശ് ചോപ്രയുടെ ക്യാമറമാനായിരുന്നു. അന്ന് ഈ സെറ്റിലൊക്കെ പണിയെടുക്കാന്ന് വെച്ചാൽ ആ പണിക്കൊന്നും ഒരു സ്ട്രക്ചറൊന്നും ഉണ്ടാവില്ല. ഞാനന്ന് അദ്ദേഹത്തിന്റെ 7ാമത്തെയോ 8ാമത്തെയോ അസിസ്റ്റന്റ് ആയിരുന്നു. സോ യശ് ചോപ്ര സാറിന്റെ സിനിമയ്ക്കകത്ത് എപ്പോഴും ഒരു ഡാൻസ് സീൻ ഉണ്ടാവും. മൂമെന്റ്സ് ഓഫ് പാഷൻ, മൂമെന്റ്സ് ഓഫ് റേജ്. അങ്ങനെയുള്ള സമയത്ത് ശ്രീദേവി മാഡം അന്ന് ഒരു ബാഡ് ന്യൂസ് കേട്ടു. സോ അവരുടെ ഡാൻസിൽ അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അതിന്റെ എൻഡിൽ ലാസ്റ്റ് സീനിൽ ഫൈനൽ ഷോട്ട്സ് ഉണ്ടായിരുന്നു. അതൊരു ക്രെയിൻ ഷോട്ടായിരുന്നു.
പിന്നെ ഇതുപോലെ ഒരു വുഡൻ ഫ്ലോറിൽ അവരുടെ വീട്ടിൽ ഒരു സെറ്റ് ഇട്ടിരുന്നു. പിന്നെ ഒരു ക്രെയിൻ ഷോട്ട്. മഞ്ജിത ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ക്യാമറ നോക്കിയായിരുന്നു. പിന്നെ ശ്രീദേവി മാഡം സരോജി മാഡത്തിന്റെ കൂടെ കൊറിയോഗ്രാഫി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി. പിന്നെ മഞ്ജു ലെൻസ് വഴി എന്തോ കണ്ടിട്ട് അയ്യോ ദേ അവിടെ നോക്കിയേ, തറയിൽ അവിടെ എന്തോ കറിയായിട്ടുണ്ട്, അത് ആരെങ്കിലും ഒന്ന് പോയിട്ട് ക്ലീൻ ചെയ്തേ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പോയി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ബക്കറ്റും ഒരു തുണിയും എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. മുട്ടുകുത്തിയിരുന്നുകൊണ്ട് തറ തുടയ്ക്കാൻ തുടങ്ങി. ഞാൻ തറ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നു. സെറ്റ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മേലെയുള്ള മഞ്ജുയോട് ചോദിച്ചു, ദേ നോക്ക് ഇവിടെയാണോ അവിടെയാണോ എന്നൊക്കെ. അങ്ങനെ ചോദിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീദേവി മേഡം എൻ്റെ നേരെ വരുന്നുണ്ടായിരുന്നു. ഞാൻ തറയും പോളിഷ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ അവരുടെ കാല് വഴുക്കി അവരവിടെ വീണു. ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണ്. ജീവിതത്തിൽ ഇതൊക്കെ റെയറായിട്ടേ നടക്കൂ. ആളുകളൊക്കെ പറയാറുണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ലോ മോഷനിൽ കാണാൻ തുടങ്ങുമെന്ന്. അങ്ങനെ എല്ലാ കാര്യവും ഓർമ്മയിൽ നിൽക്കും. അതേപോലെ തന്നെയാണ് ശ്രീദേവി മേഡം ഒന്ന് വഴിക്ക് വീണത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ തറയിലായിരുന്നു. ശ്രീദേവി മേഡം ആണെങ്കിൽ കാറ്റിലിതേ ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. അല്ല, ഞാൻ പറയുന്നത് സത്യമാ. അവരുടെ കാല് രണ്ടും ദേ എയറിൽ ഇങ്ങനെ പറക്കുകയായിരുന്നു. പെട്ടെന്ന് ദേ അവരെൻ്റെ മുന്നിൽ പടാന്നും പറഞ്ഞു വീണു. ഞാനാണെങ്കിൽ സ്റ്റണ്ടായിട്ട് ഇരിക്കുകയായിരുന്നു. അവരാണെങ്കിൽ അവിടെ ഒരേ കിടത്തവും. ശേഷം സെറ്റ് മുഴുവനും സൈലൻ്റായി. നിങ്ങൾ എപ്പോഴേലും സിനിമ സെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവിടെ ഒരിക്കലും സൈലൻ്റായിട്ട് ആരും ഉണ്ടാവില്ല. എപ്പോഴും എന്തെങ്കിലും ശബ്ദം കേൾക്കാം. പക്ഷേ അന്ന് ആ സമയത്ത് എത്രമാത്രം സൈലൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശ്വാസം, ഹൃദയമിടിപ്പ് എല്ലാം തന്നെ അന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അതിൽ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എൻ്റെ കരിയർ അതോടെ തീർന്നു എന്ന്. അതിനുശേഷം എനിക്ക് ഒരു സിനിമയിലും ഒരു പണിയും കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ശ്രീദേവി മേഡം, ഞാൻ അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അവര് മെല്ലെ മെല്ലെ ചിരിക്കാൻ തുടങ്ങി. അവര് ചിരിക്കാൻ തുടങ്ങിയതോടെ ഞാനും വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. നെർവസ് ആയിരുന്ന ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാ ചിരിച്ചതെന്നറിയോ? ആ അതെ, ഇങ്ങനെ തന്നെ. പിന്നെ പ്രശ്നമൊന്നുമില്ല, എഴുന്നേക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റു. അതുപോലെ അവരെന്നോടും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. സോ എൻ്റെ കരിയർ സ്റ്റാർട്ടായത് പറഞ്ഞു വരുമ്പോൾ അവർ കാരണമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്. ഇതാ നോക്കൂ, താങ്കളുടെ കരിയറിൽ താങ്കൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. താങ്കളുടെ 25-ാമത്തെ വയസ്സിൽ തന്നെ താങ്കൾ നല്ലൊരു ഡയറക്ടർ ആകുകയും ചെയ്തു. അതും എങ്ങനെയുള്ള സിനിമയാണെന്ന് വെച്ചാൽ താങ്കൾ സൂപ്പർ സ്റ്റാർ അമീർ ഖാനെയാണ് കാസ്റ്റ് ചെയ്തത്. ആ അതെ, അത് അമീർ ഖാനെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് എനിക്ക് ആ പടം എഴുതുന്ന സമയത്ത് എന്താ തോന്നിയതെന്ന് വെച്ചാൽ, അന്ന് ആക്ച്വലി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേര് ഋത്വിക്. അദ്ദേഹം അതിൻ്റെ മുന്നത്തെ വർഷമായിരുന്നു ഡെബ്യൂ ചെയ്തിരുന്നത്. അഭിഷേക് ബച്ചൻ, അദ്ദേഹവും 2000-ലാണ് ഡെബ്യൂ ചെയ്തത്. പിന്നെ അക്ഷയ് ഖന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പടം ഹിമാലയ പുത്ര. സോ ഞാൻ വിചാരിച്ചത് 3 യങ് ആർട്ടിസ്റ്റുകളാണ്, അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യണം. ദിൽ ചാത്തെ പോലെ ഒരു പടമാണ്. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അവർ നോ പറഞ്ഞു, അക്ഷയ് സാറ് ഒഴികെയുള്ളവർ. പിന്നെ ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അമീർ ആ പടത്തിന് ഓക്കെ പറയുമെന്ന്. സോ ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്തു. അന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഞാൻ കണ്ടു. ഞാൻ എല്ലാവരുടെ വാതിലും പോയി മുട്ടി. പക്ഷേ അവരെല്ലാം പറഞ്ഞത് അവർക്ക് മൾട്ടി ഹീറോ പടം ചെയ്യാൻ താല്പര്യമില്ല എന്നായിരുന്നു. ആ കാലഘട്ടം 90s കാലഘട്ടമായിരുന്നു. ലേറ്റ് 90സിലൊക്കെ അധികവും ലവ് ട്രയാങ്കിൾ സ്റ്റോറീസ് ആയിരുന്നു. എല്ലാവർക്കും ലവ് ട്രയാങ്കിൾ ആയിരുന്നു ചെയ്യാൻ താല്പര്യം. ഒരുത്തൻ ഒരു കുട്ടിയെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി വേറൊരുത്തനെ സ്നേഹിക്കും. അങ്ങനെ വേറൊരുത്തൻ്റെ ഹൃദയം നുറങ്ങും, സാജൻ പോലെ. പിന്നെ പടത്തിൽ സാഡ് സോങ്സ് ഒക്കെ ഉണ്ടാവും. പടം കാണുമ്പോൾ എല്ലാവർക്കും ഒരു സിമ്പതി തോന്നും. എല്ലാവർക്കും അതായിരുന്നു താല്പര്യം. സോ ഞാൻ അവസാനം അമീറിനോടും ഇതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. എനിക്ക് വേറെ ഒരു ചോയ്സും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്ന്. അങ്ങനെ ഞാൻ അമീറിൻ്റെ അടുത്തേക്ക് പോയി. അമീറിൻ്റെ കഥ കേട്ടു. പിന്നെ അദ്ദേഹം എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, അന്ന് ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അദ്ദേഹം പറഞ്ഞു, സ്ക്രിപ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമായി, നീ ഒരു കാര്യം ചെയ്യ്, ഈ പടവും ഇംഗ്ലീഷിൽ തന്നെ എടുത്തോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാർ, ഇംഗ്ലീഷിലൊന്നും എടുക്കാൻ പറ്റില്ല, ഇതൊരു ഹിന്ദി പടമാണ് എന്ന്. അദ്ദേഹം ചോദിച്ചു, പിന്നെ എന്തിനാ ഹിന്ദി പടത്തിൽ ഇംഗ്ലീഷ് ഡയലോഗ് എഴുതിയിരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഹിന്ദിയിലേക്ക് എഴുതിയിട്ട് തിരിച്ചു വരാമെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു. ഹിന്ദിയിൽ എഴുതിയ ഡയലോഗ്സൊക്കെ അദ്ദേഹം കേട്ടു. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യ്, എനിക്കിത് 3 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. സോ ഞാൻ 3 മാസം വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ബിസി ആയിട്ടിരുന്നു. അങ്ങനെ 8 മാസം കടന്നുപോയി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറ ഉണ്ടായിരുന്നു. ഒരു ബെല്ലമർത്തിയാൽ നമ്മുടെ മുഖം അവർക്ക് അകത്ത് കാണാൻ പറ്റും. സോ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റും എടുത്ത് അവിടെ നിന്നു. എന്നിട്ട് ബെല്ലമർത്തിയിട്ട് ആ ക്യാമറയിൽ നോക്കി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. എന്നിട്ട് അദ്ദേഹം ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം ഉണ്ടായിരുന്നു, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന. പക്ഷേ ജനങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ജാവീദ് അക്തർ സാറിന്റെ മകൻ അദ്ദേഹം അമീർ ഖാൻ ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ എപ്പോഴേ അദ്ദേഹം ഓക്കെ പറയുമായിരുന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നില്ല. അങ്ങനെ നടക്കാഞ്ഞത് നന്നായി എന്ന് പറയാം. എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. അതായത് അദ്ദേഹം നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നല്ലോ, നീ കണ്ടോ, ഇല്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കണോ എന്ന്. അദ്ദേഹം ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു, പക്ഷേ പിന്നീട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു.
പിന്നെ ആമിർ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഈ കഥ കേട്ടപ്പോ ഞാൻ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആമിർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഫോൺ ചെയ്യാഞ്ഞത് വളരെ നന്നായി. ഒരുപക്ഷെ നിങ്ങൾ ഫോൺ ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് കണ്ടുമുട്ടാൻ കഴിയില്ലായിരുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ശരിക്കും താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ടെസ്റ്റ് ചെയ്തതാണ്. ഈ സിനിമ ഞാൻ തന്നെ ചെയ്യണമെന്ന് അവൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. അങ്ങനെ ഞാൻ 8 മാസം വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് പടം ചെയ്യാൻ കഴിഞ്ഞത്. ആ സിനിമ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ സിനിമയിൽ സൈഫ് അലി ഖാൻ അവസാന നിമിഷത്തിൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറിയെന്ന് കേട്ടു. അതെ അതെ ശരിയാണ്, അത് സത്യമാണ്. അന്നൊരു 10 ദിവസം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി. സോ ഞങ്ങൾ അതിന്റെ ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് സൈഫിന്റെ അടുത്തുനിന്ന് ഒരു കോൾ വന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വളരെ നല്ലൊരു പടം കിട്ടിയിട്ടുണ്ട്, ഒരു ലവ് ട്രയാങ്കിൾ. അത് അദ്ദേഹത്തിന് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതിലെ റോളും വളരെ നല്ലതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ട് ഞങ്ങളൊക്കെ ആകെ അങ്ങ് തകർന്നു പോയി. ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ട്രെയിനിങ്ങും റിഹേഴ്സലും എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു. ഈ ക്യാബിനറ്റ് മീറ്റിംഗ് പോലെ ഞങ്ങളുടേതായിട്ടുള്ളൊരു മീറ്റിംഗ് നടന്നു. അത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വെച്ചാണ് നടന്നത്. അന്ന് റിതേഷ് എൻ്റെ പാർട്ട്ണർ അദ്ദേഹം ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു, പിന്നെ ആമിറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു സൈഫ് കുറച്ച് നേരത്തിനുള്ളിൽ ഇങ്ങ് എത്തും, അദ്ദേഹം ഇങ്ങ് എത്തിയാൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തോട് പറയുക, എങ്ങനെയാണ് ഈ പടത്തിന് വേണ്ടി ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക എന്നൊക്കെ ആലോചിച്ചു. സോ എങ്ങനെയൊക്കെയോ അന്ന് ഈവനിങ് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആമിർ അന്ന് സൈഫിനോട് പറഞ്ഞ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് നീ ഈ പടം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കുമെന്ന്, ഈ പടം ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെയോ കൺവിൻസ്ഡ് ആയി. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ ആം വെരി വെരി ഹാപ്പി അദ്ദേഹം ആ പടം ചെയ്തു. സൈഫ് വരുന്നതിന് മുന്നേ അമീർ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ മീറ്റിംഗ് കഴിഞ്ഞിട്ടും സൈഫ് പടം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഈ റോള് ചെയ്യാൻ പിന്നെ ഒരേ ഒരാളെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാനും അത് ആരാണെന്ന് അറിയാൻ വേണ്ടി എക്സൈറ്റഡ് ആയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് അദ്ദേഹം എന്ന്. അദ്ദേഹം നീയാണെന്ന് പറഞ്ഞു. പക്ഷേ താങ്കളുടെ ഓവർ കോൺഫിഡൻസിനെ കുറിച്ച് അമിതാഭ് ബച്ചൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ, താങ്കളുടെ 30ാമത്തെ വയസ്സിൽ താങ്കൾ ഫിലിം ഡയറക്ട് ചെയ്തു. അതെ. അമിതാഭ് ബച്ചൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അവിടെ എങ്ങനെ അഭിനയിക്കണമെന്ന് അമിതാഭ് ബച്ചന് താങ്കൾ പഠിപ്പിച്ചു ഇല്ല കൊടുത്തെന്നാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ മാസ്റ്റർ വന്നിരിക്കുകയാണ്, ആക്ടിംഗ് പഠിപ്പിച്ചു തരാൻ പോവുകയാണെന്ന് അദ്ദേഹം ആക്ച്വലി പറഞ്ഞു. എന്താ നടന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്നൊരു റൂമിനകത്തേക്ക് പോയി, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സോ അദ്ദേഹം അന്ന് ഫസ്റ്റ് ഡേ തന്നെ വന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അതൊരു ആർമി ക്യാമ്പുള്ള സ്ഥലമായിരുന്നു, അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ യങ് ആയിരുന്നല്ലോ. ആദ്യമായിട്ടായിരുന്നു എനിക്ക് ഈ ആർമി ലൈഫിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനൊരു അവസരം കിട്ടിയത്. സോ ആ ഒരു ലൈഫിനെ പറ്റി നമ്മുടെ ജഡ്ജി സാറ് പറയും, കാരണം അദ്ദേഹം ആ ഒരു ജീവിതം ജീവിച്ച ആളാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവിടെ ഒരു കണിശത കാണാൻ സാധിക്കും. അവിടെ ഒരു ലിബർട്ടിയും ഇല്ല. 2 മിനിറ്റ് ലേറ്റ് ആവാനോ 2 മിനിറ്റ് മുന്നേ വരാനോ ഒന്നും പറ്റില്ല. സോ അവർ ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് കന്റോൺമെന്റിനകത്തേക്ക് വരണം. നിങ്ങളുടെ ജോലി ഞങ്ങൾ തന്ന സമയത്തിനിടയിൽ മാത്രമേ നടക്കൂ. ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ ഇവിടം വിട്ട് പോവുകയും വേണം. അതായത് ഒരു കട്ടർ സ്റ്റാൻഡ് പോലും അവിടെ വെച്ച് വരാൻ പാടില്ലാന്ന്. ആ സമയത്ത് ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം പറയുകയാണെങ്കിൽ ഈ ഷൂട്ടിംഗ് അത് കറക്റ്റ് സമയത്ത് തന്നെ നടക്കണം. കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പെർമിഷൻ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഈ കന്റോൺമെന്റ് ഏരിയ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണല്ലോ, അറിയാലോ. സോ ആ ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സമയം വേണ്ടി വന്നു. ആ സമയത്ത് എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ അത്രയും പ്രഷറിലായിരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ ഒരു തവണ അദ്ദേഹത്തിന്റെ റൂമിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. അദ്ദേഹത്തോട് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി. സോ അതിന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ചെയ്യണം, എന്നാലേ നാളെ സെറ്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാം തന്നെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. പക്ഷേ അത് ചിലപ്പോൾ എൻ്റെ ഒരു എൻതൂസിയാസമാണെന്ന് പറയാം. അദ്ദേഹം ചിലപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ചിരിക്കാം. അതായത് ഒരു യങ് ഡയറക്ടർ അദ്ദേഹത്തോട് ചെന്ന് പറയുകയാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാമെന്ന്. ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എനിക്കാണെങ്കിൽ അത് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു ഫോർ ദാറ്റ്. പക്ഷേ ഇന്റൻഷൻ ഒരിക്കലും അതായിരുന്നില്ല. ഞാനെന്ന് ആഗ്രഹിച്ചത് നമ്മളവിടെ ചെയ്യുന്ന ജോലിയുണ്ടല്ലോ അത് സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് മാത്രമായിരുന്നു, വേറൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നത് ഈസി ആയിരുന്നു? വളരെ ഈസി ആയിരുന്നു. അദ്ദേഹം വളരെ പ്രൊഫഷണലാണ് രജത് സാർ. ഞങ്ങളൊരു സീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എത്ര പേർ ആ പടം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ലക്ഷ്യ ഋത്തിക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫ്ലാഗ് അവിടെ ഉയർത്തി മുകളിലോട്ട് ഫയർ ചെയ്തപ്പോൾ ബൈനോക്കുലർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കമാൻഡർ ഓഫീസർ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേണൽ സുനിൽ ദാംബ്ലെ ആയിരുന്നു അത്. പിന്നെ അത് അദ്ദേഹം കണ്ടിട്ട് വളരെ സന്തോഷിക്കും. അതൊരു ഏർലി മോർണിംഗ് ഷോട്ടായിരുന്നു, സൺറൈസ് സമയത്തെ ഷോട്ട്. ഞങ്ങൾ ലൊക്കേഷനിലോട്ട് പോയ സമയത്ത് വളരെ ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു, കാരണം സൂര്യന്റെ ആദ്യത്തെ കിരണം അത് വരുമ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യണം. സോ ഞങ്ങളവിടെ ആ ഇരുട്ടിൽ ഒരു സർവീസ് ലൈറ്റും കൊണ്ടാണ് പോയത്. അത് ക്രൂ വെച്ചിരുന്നതായിരുന്നു, അതും കത്തിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളവിടെ ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു മലയുടെ മുകളിൽ ഒരു വ്യക്തി മലയിൽ ചെയറുകൾ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു.
അതാരായിരിക്കും ഇത്ര നേരത്തെ വന്നത് എന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം ക്രൂവും ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇത് ആരായിരിക്കും എന്ന് ചിന്തിച്ചു. അവിടെ പോയി നോക്കിയപ്പോൾ ആയിരിക്കുന്നത് ബച്ചൻ സാർ ആയിരുന്നു. സീരിയസ്ലി, സത്യമായിട്ടും അദ്ദേഹം ആ കോസ്റ്റ്യൂമിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആ ഒരു സീനിന്റെ മൂഡിലേക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. രാത്രി മുഴുവനും വെയിറ്റ് ചെയ്തു, അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രിപ്പറേഷൻ അപാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എനിക്ക് ആസ് എ ഡയറക്ടർ ഓൾസോ, പിന്നെ ഫ്യൂച്ചറിലൊരു ആക്ടർ എന്ന നിലയിലും കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുനിന്നാണ് പഠിച്ചത്. അത്ര പെട്ടെന്നൊന്നും ആർക്കും വലിയ ആർട്ടിസ്റ്റ് ഇല്ല, ആവും. ഒരിക്കലും ഇല്ല. അത് അതായത് അദ്ദേഹം തന്റെ കരിയർ തുടങ്ങിയത് 60s ഇന്ന് 2025 അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ഡയറക്ടറോട് പോയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമെന്ന്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുക ഒരേ ഒരു ഉത്തരം മാത്രമായിരിക്കും, അത് തീർച്ചയായും അമിതാഭ് ബച്ചൻ എന്നാണ്. സോ ദാറ്റ്സ് എ ക്രെഡിറ്റ്. അതിനുശേഷം താങ്കൾ ഷഹൻഷായ്ക്ക് ശേഷം കിങ് ഖാനെ സിനിമയിലേക്ക് എടുത്തു. ഡോൺ. അതെ. സോ ഞാൻ ഷഹൻഷാ ചെയ്ത് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇറങ്ങിയതാണ്, അതായത് പ്രിൻസ്. അതെ, എനിക്ക് ഷാറൂഖുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി. ദിൽ ചാത്തെ ഹേ മൂവിക്ക് ശേഷം ഞങ്ങൾക്കിടയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ അത് ഗംഭീരമാണ്. താങ്കൾ അദ്ദേഹത്തെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും, പിന്നെ നിങ്ങൾ ടിവിയിലും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു വളരെ ചാമിങ് ആയിട്ടുള്ള മനുഷ്യനാണ്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം ചോദിക്കും ഇതുപോലുള്ള സിനിമകളൊന്നും ഇന്നിറങ്ങാത്തത് എന്താ, ഈ സലീം ജാവേദൊക്കെ എഴുതിയതുപോലെ. സോ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് ആണ് നടക്കുക. പിന്നെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഒരേ ഒരു കാര്യം മാത്രമാണ് ഉണ്ടാവുക, അതായത് സിനിമകളിലൂടെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു ഈ പടങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ച് കണ്ടവയാണ്, അതുകൊണ്ട് അതിലൊരു പടം ഞാൻ എന്തുകൊണ്ട് റീമേക്ക് ചെയ്തുകൂടാ. സോ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, അതായത് ഈ പടം വീണ്ടും എടുക്കാൻ സാധിക്കുമെന്ന്. കാരണം ആ സമയത്ത് അത് വളരെ മോഡേൺ ആയിരുന്നു. 78 റിലീസ് ചെയ്ത പടം, വളരെ മോഡേൺ ആയിട്ടുള്ള ടെമ്പോ, വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും അതിലുണ്ടായിരുന്നു. സോ ഞാൻ ഷാറൂഖിനോട് ആ കാര്യം ഡിസ്കസ് ചെയ്തു, നമുക്ക് ഡോൺ ഒന്ന് റീമേക്ക് ചെയ്താലോ എന്ന്. അദ്ദേഹം മുഴുവനായിട്ട് കേൾക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു യെസ് ഐ എം ഓൺ ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇങ്ങനെയാണ് ഡോൺ എടുത്തത്. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും നല്ല സന്തോഷമാണ്. ആ സമയത്ത് ഷാരൂഖ് ഖാൻ, പ്രിയങ്ക ചോപ്ര, ഈ രണ്ട് വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ എടുക്കുന്നത് പുതിയ ഡയറക്ടറിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? സാർ, ഞാൻ ബച്ചൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്താൽ പിന്നെ വേറെ ആരുടെ കൂടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെക്കാളും വലിയ സ്റ്റാറൊന്നും ആരും ഇല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, പ്രിയങ്കയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, പിന്നെ ഓംപുരി സാറിന്റെ കൂടെ. ഞാൻ ഓംപുരി സാറിന്റെ കൂടെ 3 പടങ്ങൾ ചെയ്തു. ഡോൺ 1, ഡോൺ 2, പിന്നെ ലക്ഷ്യയിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആനന്ദം, ഒരു സന്തോഷം നമുക്ക് കിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് എത്രമാത്രം പവർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓരോ പെർഫോമൻസിലും അദ്ദേഹം ഒരു റെസ്പെക്റ്റ് ഡിമാൻഡ് ചെയ്യും ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ ഹ്യൂമൻ ബീയിങ്. അദ്ദേഹത്തെ സെറ്റിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ വളരെ അടുത്തൊരു ബന്ധുവിനെ കാണുന്നത് പോലെ ഉണ്ടാവും. അതായത് അദ്ദേഹമായിട്ട് വളരെ ഈസി ആയിട്ട് അടുക്കാൻ പറ്റും. അദ്ദേഹം തന്നെ ഒരു വലിയ ആളായിട്ട് കാണിക്കാറേയില്ല. നാഷണൽ അവാർഡ് വിന്നർ, ഗോൾഡ് മെഡൽ വിന്നർ, NSD വിന്നർ, ഇങ്ങനെയൊന്നും തന്നെ അദ്ദേഹം ആരുടെ മുന്നിൽ കാണിക്കാറില്ല. സോ നമ്മൾ ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഗോഡ് വില്ലിങ്, അതായത് ആരെന്തിലാണോ ഉറച്ച് വിശ്വസിക്കുന്നത് അവർക്കതിൽ വിജയിക്കാൻ പറ്റും, അതിൽ സക്സസ് ആവാൻ പറ്റും. പക്ഷേ ഇവരെ പോലുള്ളവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അത്രയ്ക്കും സ്വത്തും സമ്പാദ്യം ഉണ്ടെങ്കിലും എങ്ങനെ ഹമ്പിളായിരിക്കാമെന്നാണ്. ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണത്. ഞാനത് അവരുടെ അടുത്തുനിന്നാണ് പഠിച്ചത്. ജനങ്ങളുടെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഫറാൻ സാർ, നിങ്ങളുടെ സിനിമകളിൽ നല്ല പോയട്രികൾ ഉണ്ടാകാറുണ്ട്. താങ്ക് യു. സോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് പോയം ഞങ്ങളൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാൻ പറ്റുമോ? എൻ്റെ ഫേവറേറ്റ് പോയം നോക്കുകയാണെങ്കിൽ സിനിമകളിൽ നിന്ന് തന്നെയാണ്. അത് സിന്ദഗി നാ മിലേഗി ദോബാരയിലുള്ളതാണ്. जब जब दर्द का बादल छाया, जब गम का साया लहराया, जब आंसू पलकों तक आया, जब ये तन्हा दिल घबराया, हमने दिल को ये समझाया दिल आखिर तू क्यों रोता है, दुनिया में यूं ही होता है, ये जो गहरे सन्नाटे हैं वक्त ने सबको बांटे हैं, थोड़ा गम है सबका किस्सा, थोड़ी धूप है सबका हिस्सा. आग तेरी बेकार ही नम है, हर पल एक नया मौसम है, क्यों तू ऐसे पल खोता है, दिल आखिर तू क्यों रोता है.